എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് കൈൻഡ് ഓഫ് വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങളൊന്ന് പുറത്ത് പോവുകയാണ്. ലുലുവിലാണ് പോകുന്നത്. ഷോപ്പിങ്ങിനൊന്നുമല്ല, ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ ഒരു ഓട്ടോ എടുത്താണ് പോകുന്നത്. കാരണം നല്ല വെയിലാണ്. ഈ വെയിലത്ത് വണ്ടി ഓടിക്കാൻ സ്കൂട്ടി ഓടിക്കാൻ വയ്യ. അതുകൊണ്ട് ഞങ്ങൾ ഓട്ടോ എടുത്തു. അപ്പോൾ അത്യാവശ്യം നല്ല ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. ഹെബ്ബാല ഭാഗത്തൊക്കെ ഇച്ചിരി തുടക്കത്തിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങ് മാറി പിന്നെ അങ്ങ് പെട്ടെന്ന് എത്തി. ഈ ഹെബ്ബാല ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല ബ്ലോക്കായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഓട്ടോ എടുത്ത് ലുലുവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മലൈക്കോട്ടെ വാലിബൻ സിനിമ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഉച്ചയ്ക്ക് 1 മണിക്കാണ് സിനിമ. അപ്പം നേരത്തെ ഇറങ്ങിയത് ഈ ബ്ലോക്കൊക്കെ പേടിച്ച് തന്നെയാണ് ഞങ്ങൾ നേരത്തെ ഇറങ്ങിയത്. കാരണം പെട്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സിനിമ തുടങ്ങിക്കഴിഞ്ഞൊക്കെയല്ലേ എത്തത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് എപ്പോഴാണ് ഇവിടെ ബ്ലോക്ക് വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ബ്ലോക്കിൽ എത്ര നേരം കിടക്കുമെന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു 11:15 കഴിഞ്ഞപ്പോഴത്തേനും ഇറങ്ങി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഇറങ്ങി. അപ്പോൾ ഉച്ചയ്ക്ക് അവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. അത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതേ താമസിച്ചാണ്. അതൊരു കുഴപ്പമായിപ്പോയി. കാരണം അപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ശരിക്കും വിശന്നില്ല. അപ്പം ഞങ്ങളങ്ങനെ ലുലു എത്തി. ലുലുവിൽ പുതിയ ഓട്ടോ ബുക്കിംഗ് കൗണ്ടറൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം പിന്നെ റിപ്പബ്ലിക് ഡേയുടെ എന്തൊക്കെയോ പരിപാടികളൊക്കെ അവിടെ വൈകുന്നേരം ഉണ്ട്. അതിൻ്റെയൊക്കെ സ്റ്റേജൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അകത്ത് കയറിയപ്പം എന്തൊക്കെയോ കുറേ സെയിൽസൊക്കെ നടക്കുന്നുണ്ട്. ഡിസ്കൗണ്ട് സെയിൽസൊക്കെയാണെന്ന് തോന്നുന്നു. ഞാൻ അതിലേക്കൊന്നും വലുതായിട്ട് പോയില്ല. നമ്മൾ മെയിനായിട്ടും ഇപ്പം ഒരു 12:30 ആയിട്ടുണ്ട്. ആക്ച്വലി ആ തുടക്കത്തിലുള്ള ബ്ലോക്ക് കുറച്ച് നേരം ഞങ്ങൾ കിടക്കേണ്ടി വന്നു. അപ്പം കുറച്ച് ലേറ്റായിപ്പോയി എത്താൻ. ഓൾറെഡി 12:30 ആകാറായി എത്തിയപ്പം. പിന്നെ അത് കഴിഞ്ഞ് വലിയ തിരക്കില്ലായിരുന്നെങ്കിലും തുടക്കത്തിൽ കുറച്ച് നേരം ബ്ലോക്കിൽ കിടക്കേണ്ടി വന്നല്ലോ. അപ്പം ഞങ്ങൾ വിചാരിച്ച് എന്തെങ്കിലും കഴിക്കാനാണെങ്കിൽ ആക്ച്വലി വിശപ്പ് അങ്ങോട്ട് ആയിട്ടും ഇല്ലായിരുന്നു. കാരണം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ തന്നെ 10 മണി കഴിഞ്ഞിരുന്നു. നല്ലപോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയും ചെയ്യുക. അപ്പം എന്തെങ്കിലും കഴിക്കാതെ കയറിക്കഴിഞ്ഞാൽ 1 മണിക്കാണ് സിനിമ. കയറി കഴിഞ്ഞിട്ട് വിശക്കുവാണെങ്കിൽ പെടും. ഒന്നാമത് അവിടെ നിന്നൊക്കെ വാങ്ങിച്ച് കഴിച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി നമ്മൾ പോപ്കോണും ഈ വിശപ്പിന് പോപ്കോണും അതും ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ വയറ് കേടാവും. അതൊക്കെ ചുമ്മാ സ്നാക്സായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്നല്ലാതെ. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ 4:30 സിനിമ കഴിഞ്ഞ് എത്തുമ്പോഴത്തേനും. രാവിലെ ഒരു 12:30 സമയമായതുകൊണ്ട് ലുലുവിൽ തിരക്കില്ല. ലുലുവിൽ തിരക്ക് വരണമെങ്കിൽ ഒരു 1:30 കഴിയുമ്പോഴത്തേക്കിനും നല്ല തിരക്കായിരിക്കും. ഒട്ടും സീറ്റും കിട്ടത്തില്ല. ഭയങ്കര തിരക്കായിരിക്കും. ഇപ്പം ഞങ്ങൾ ആ ഒരു 12:30 കഴിഞ്ഞ് വരുന്നത് കൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു വെജ് എന്തെങ്കിലും കഴിക്കാമെന്ന്. അപ്പം ഞാനൊരു വെജ് ഏതെങ്കിലും ഒരു ഇത് തപ്പി നടക്കുകയാണ്. കാരണം നമ്മൾ ഹെവി ആയിട്ട് കഴിക്കുന്നുമില്ല. അത് എന്തെങ്കിലും പണി കിട്ടുമെന്ന് മേടിച്ച് തന്നെ വെജ് എന്തെങ്കിലും ആകുമ്പം കുഴപ്പമില്ലല്ലോ. അപ്പം ഞാൻ ഒരു വെജ് കൗണ്ടറും തപ്പി നടന്ന് അവസാനം കണ്ടുകിട്ടി. അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും ഓർഡർ ചെയ്യുകയാണ്. വെജ് ബൈ നേച്ചർ എന്ന് പറഞ്ഞെടുത്ത് അതിനപ്പുറത്ത് ഒരു വെജ് തന്നെയാണ്. എനിക്ക് ഭട്ടൂര ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് പേടിയാണ് ഇപ്പോൾ ആക്ച്വലി അതൊക്കെ കഴിക്കാനായിട്ട്. ഈ പനി വന്നതിന് ടൈഫോയിഡ് വന്നതിന് ശേഷം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ചോല ഭട്ടൂര്. പക്ഷേ ഇപ്പം ഞാൻ അത് കഴിക്കുന്നില്ല. അതിന് പകരം എന്തെങ്കിലും സിമ്പിളായിട്ട് റോട്ടിയും കറിയും വാങ്ങിച്ച് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലുതായിട്ട് പേടിക്കേണ്ട കാര്യമില്ല. വെജ് കറി ഒരു ദാലും കാണും, എന്തെങ്കിലും ഒരു വെജിറ്റബിൾ കറിയും കാണുമല്ലോ. അപ്പം അത് വാങ്ങിച്ച് കഴിഞ്ഞാൽ ചിലവും കുറവ്. നമുക്ക് ഇപ്പാണെങ്കിൽ ഞങ്ങൾക്ക് 2 പേർക്കും വലുതായിട്ട് കഴിക്കാനില്ല. കാരണം രാവിലെ ഇടിയപ്പം മുട്ടക്കറിയായിരുന്നു. കുറേ നാളുകൂടി ഇടിയപ്പം മുട്ടക്കറിയും വെച്ച് നല്ലപോലെ കഴിച്ചിട്ടാണ് 2 പേരും ഇരിക്കുന്നത്. അതുകൊണ്ട് പേടിച്ച്, എസ്പെഷ്യലി ശ്രീഹരിക്ക് വിശക്കുമോ എന്നുള്ള പേടിക്ക് വാങ്ങിച്ചതാണ്. എനിക്കും കുറച്ച് കഴിയുമ്പോൾ എന്തായാലും 1 മണിക്ക് സിനിമ തുടങ്ങി ഒരു 3 മണി 4 മണി ആകുമ്പോഴല്ലേ തീരത്തുള്ളൂ. പിന്നെ അവിടെ നിന്നാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിക്കാനും പേടിയാണ്. എന്നിട്ട് ശ്രീഹരി കഴിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും സിനിമയ്ക്ക് കയറി പകുതിയായപ്പോൾ. അപ്പം ഞങ്ങൾ റോട്ടിയും കറിയൊക്കെ മേടിച്ച് കഴിച്ച് സിനിപോളിസാണ് PVRലുള്ളത്. സിനിപോളിസാണ് ലുലുവിലുള്ളത്, PVR അല്ല. അപ്പം ഞങ്ങൾ അവിടെ കയറി. ഇതൊക്കെ വാലിബിന് വേണ്ടിയിട്ട് വാലിബിൻ്റെ ക്യൂ ആണ്. മലയാളികളായിരുന്നു ഞങ്ങൾ നിന്നിടത്ത് മൊത്തം. ഞങ്ങൾ അവിടെ കുറച്ച് നേരം നിന്ന് വെള്ളം മേടിക്കണമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന്
വെള്ളം മേടിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചു. ഇപ്പം സമയം 1 മണി ആകുന്നതേ ഉള്ളൂ. അപ്പം തിയേറ്റർ തുറന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് നടക്കുകയാണ്. അപ്പോൾ ശ്രീഹരി ഈ വലിയ ബാഗ് കൊണ്ട് നടക്കുന്നത് എന്താണെന്നറിയോ? ഞങ്ങൾ സ്വെറ്റർ എടുത്തിട്ടുണ്ട്. ഉച്ച സമയമാണ്, പുറത്ത് ചൂടില്ലായിരുന്നു. പുറത്ത് വലിയ തണുപ്പൊന്നുമില്ല, നമുക്ക് വെയിലും ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് സ്വെറ്റർ ഇടാൻ തോന്നത്തില്ല. പക്ഷേ ഇതിനകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരങ്ങോട്ട് AC കൂട്ടിയിട്ട് മനുഷ്യൻ്റെ നമുക്ക് സിനിമ കാണാനേ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ സ്വെറ്റർ 2 എണ്ണം കുറച്ച് വലിയ ബാഗ് എടുത്ത് അതിനകത്താക്കിയാണ് കൊണ്ടുപോയത്. ഏതായാലും സ്വെറ്റർ എടുത്ത് നന്നായി, കാരണം അങ്ങോട്ട് കയറി 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തൊട്ട് നല്ല പോലെ തണുക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ സ്വെറ്ററൊക്കെ എടുത്തിട്ടു. സ്വെറ്റർ എടുത്തില്ലായിരുന്നെങ്കിൽ പെട്ടുപോയേനെ ഞങ്ങൾ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇൻ്റർവെല്ലായപ്പോഴത്തേനും ശ്രീഹരിക്ക് വിശന്നു. കാരണം ഒരു 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേനാണ് ഇൻ്റർവെൽ വന്നത്. ഇച്ചിരി ലെങ്തി സിനിമയാണല്ലോ. അപ്പോൾ ശ്രീഹരി ഫ്രഞ്ച് ഫ്രൈസും കോഫി മേടിച്ച് കുടിച്ചു. ഞാനൊരു കോഫി മാത്രമേ കുടിച്ചുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സിനിമയൊക്കെ കണ്ട് പുറത്തിറങ്ങി. അപ്പം സിനിമ ആക്ച്വലി നല്ല സിനിമയായിരുന്നു. ഈ പുറത്ത് കാണുന്ന അത്ര ഹെയ്റ്റും നെഗറ്റീവും ഒന്നും ഞങ്ങൾക്ക് തോന്നിയില്ല. കാരണം ഞങ്ങൾ ഭയങ്കര നെഗറ്റീവ് റെസ്പോൺസ് ആയിരുന്നല്ലോ ഫസ്റ്റ് ഡേ സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ട്. അപ്പം ഞങ്ങളൊരു പ്രതീക്ഷയും വെക്കാതാണ് പോയി കണ്ടത്. പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഈ പറയുന്ന പോലെയുള്ള അത്രയ്ക്ക് വലിയ ഇതാണെന്നൊന്നും തോന്നിയില്ല. കുറച്ച് ലെങ്തി സിനിമയാണ്. 3 മണിക്കൂറോളം ഉണ്ട് സിനിമ. പിന്നെ ഫസ്റ്റ് ഹാഫിൻ്റെ തുടക്കത്തിൽ കുറച്ചൊരു ലാഗിങ് പോലെ തോന്നും. കാരണം ഇങ്ങേരുടെ ഈ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സിനിമകൾ സാധാരണ അങ്ങനെയൊക്കെ തന്നെയല്ലേ, കുറച്ച് ലാഗ് വരുന്ന സിനിമകളല്ലേ. അപ്പം അങ്ങേരുടെ ടൈപ്പിൽ ഒരു സിനിമ. അപ്പോൾ അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഈ പറയുന്ന അത്ര നെഗറ്റീവ് ഒന്നുമില്ല. അതൊക്കെ LJPയുടെ സിനിമകൾ കണ്ടിട്ടുള്ളവർ, അത് അങ്ങനെയാണെന്ന് അറിയാവുന്നവർ പോയി കണ്ടു കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴത്തേനും എല്ലായിടത്തും നല്ല തിരക്കായി. ഭയങ്കരമായ തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ആയി ലുലുവിൽ. വൈകുന്നേരം ആയപ്പോഴത്തേനും രാവിലെ ഒന്നും ഒരു കുഞ്ഞും ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ചും ഓട്ടോ ബുക്ക് ചെയ്ത് തിരിച്ചിങ്ങി വന്നു. പ്രത്യേകിച്ച് അങ്ങനെ പിന്നെ കാര്യങ്ങളൊന്നുമില്ല. കാരണം രാവിലെ 10-11 മണിയായപ്പോൾ ഇറങ്ങിയതല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.